മോർണിംഗ് മക്കളെ. നമ്മളെ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് വൺ പോസിറ്റീവ് ആൻഡ് വൺ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഇനി രണ്ട് നെഗറ്റീവ്. നിങ്ങൾക്ക് രണ്ട് നെഗറ്റീവ് വന്നാൽ എന്തായിരിക്കും ആൻസർ? ഞാനൊരു എക്സാമ്പിൾ പറയാവേ. -3 ഇൻറ്റു -4. എപ്പോഴും മൈനസ് വാല്യൂസ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും നല്ല. കാരണം എന്തറിയോ, നമ്മൾ ഇതിനകത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പ്രശ്നമില്ല. നമ്മൾ അഡീഷൻ ഒക്കെ ചെയ്യുമ്പം പ്ലസും മൈനസ് സൈൻ കൊടുക്കും, പ്ലസ് സൈൻ കൊടുക്കും, കൂട്ടത്തിൽ നമ്മൾ സബ്ട്രാക്ഷൻ്റെ സൈൻ മൈനസ് സൈൻ കൊടുക്കും. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പ്രശ്നമാകും. അതുകൊണ്ടാണ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്താ ചെയ്യേണ്ടത് ഇവിടെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു 4 12. വന്നിരിക്കുന്നത് ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? രണ്ട് മൈനസ് വന്നാൽ നമുക്കറിയാം, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഈസ് പ്ലസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്നായിരിക്കും? +12. പ്ലസ് എന്ന് പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല, ഇട്ടില്ലേലും അണ്ടർസ്റ്റുഡ് ആണ്. മനസ്സിലായോ? എന്നാ കുറച്ച് എക്സാമ്പിൾസ് പറയട്ടെ. -3 ഇൻറ്റു -3 എന്ന് പറയുന്ന ആൻസർ 3 ഇൻറ്റു 3 9, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത് ഞാൻ എഴുതാൻ പോവാം. -3 ഇൻറ്റു -1. 3 ഇൻറ്റു 1 3, മൈനസ് ഇൻറ്റു മൈനസ്, രണ്ട് മൈനസ് വന്നാൽ എന്നായിരിക്കും? പ്ലസ് ആയി. എളുപ്പമല്ലേ മക്കളെ? നിങ്ങൾ പഠിച്ചു കണ്ടോ? നമ്മൾ ഈ രണ്ടെണ്ണം മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്ലസും മൈനസും വരുമ്പോൾ എന്ത് വരും, മൈനസും മൈനസും വരുമ്പോൾ ഈ രണ്ടെണ്ണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം പ്ലസും പ്ലസും വന്നാൽ ഒരു വ്യത്യാസവും ഇല്ല. എന്താ? പ്ലസ് തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ എല്ലായിടത്തും എന്തായിരിക്കും വരുന്നത്? കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെയായിരിക്കും. കേട്ടോ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. വേറെ ഒന്നും കൂടെ വേണം. ഇച്ചിരി വലിയ സംഖ്യ. 4 ഇൻറ്റു 3. -4 ഇൻറ്റു -3 എത്രയായിരിക്കും? 4 ഇൻറ്റു 3 12. രണ്ട് മൈനസ് തമ്മിൽ വരുമ്പോൾ പ്ലസിന് പ്ലസ് തന്നെ ഇടുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രൈദീസിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇതിനു വേണ്ടിയാണ് ട്രൈദീസ്? നിങ്ങളെ ഇതിൽ കൂടുതൽ തെറവാക്കാൻ വേണ്ടിയാണ്. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, ഇത് വലിയ സംഖ്യകളാണ്. -25 ഇൻറ്റു -72, -83 ഇൻറ്റു -28. മൾട്ടിപ്ലൈ ചെയ്ത മക്കളെ എത്രയായിരിക്കും? 10 ഇൻറ്റു 12 എത്രയാ? 120. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? എനിക്ക് രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ആൻസർ ഈസ് പ്ലസ്. പ്ലസ് ഇടണോ? വേണം, ഇടാം. കേട്ടോ? നിങ്ങൾ ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ മറക്കല്ലേ. കാരണം ഓരോ ക്ലാസ്സിൽ തന്നെ സെയിം പ്ലസും മൈനസും വരുന്നുണ്ട്. അന്നേരം കിടന്ന് പ്ലസും മൈനസും ആലോചിക്കരുത്. അതിന് വേണ്ടിയാ. 50 ഇൻറ്റു 6 എത്രയാണെന്ന് അറിയാമോ? 60 ആണ്. സോറി, 90 അല്ലേ? 90, 60 അല്ല, 90 ആണ്. രണ്ട് മൈനസ് വന്നു, ആൻസർ ഈസ് പ്ലസ്. അടുത്തത് 31 ഇൻറ്റു 100. അത് എളുപ്പമല്ലേ? 100 കൊണ്ടൊക്കെ ഇൻറ്റു ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? രണ്ട് മൈനസ് വന്നു, ആൻസർ ഈസ് സോറി പോസിറ്റീവ് പ്ലസ്. ഞാൻ തന്നെ തെറ്റിട്ട് വെച്ചു അല്ലേ? അടുത്ത 25 ഇൻറ്റു 72 എത്രയാണെന്നറിയാം? 1800. ഞാൻ ഇതെല്ലാം കുത്തിയിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യത്തില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. ഞാൻ ചെയ്ത് തരത്തി ഇത് നോക്കി ചെയ്യല്ല. ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തന്നെ ചെയ്യുക. രണ്ട് മൈനസ് വന്നു, ആൻസർ ഈസ് പ്ലസ്. അടുത്തത് 83 ഇൻറ്റു 28. ആൻസർ ഈസ് 2324 ആണ്. രണ്ട് മൈനസ് വന്നു, ആൻസർ ഈസ് പ്ലസ്. ഇത്രയേ ഉള്ളൂ മക്കളെ. രണ്ട് പോസിറ്റീവ് വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആൻസർ ഈസ് എന്താണ്? ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പം മറക്കാതിരിക്കാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ ബുക്കിൻ്റെ എവിടെ എഴുതിയിടണേ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്, രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്. കണ്ടോ? ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. തിരിച്ചു വരാം. ആദ്യം നെഗറ്റീവ് പോസിറ്റീവ് എങ്ങനെ വന്നാലും പ്രശ്നമില്ല. നമ്മൾ മുമ്പേ കണ്ടത് ആൻസർ ഈസ് നെഗറ്റീവ്. ഇവിടെ എല്ലാം എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ
ഇനി അഡീഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അപ്പൊ ചോദിക്കാം എന്താ സബ്ട്രാക്ഷൻ ഇല്ലെന്ന്. നമുക്ക് സബ്ട്രാക്ഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അത് പറയുന്നതാണ് കേട്ടോ. നമുക്കറിയാം രണ്ട് പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് സൈൻ എന്നാ പോസിറ്റീവ്. രണ്ട് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ്. ഇനി ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം മക്കളെ. ഇതിന് മാത്രമേ ഉള്ളൂ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ട് ചെയ്തിട്ട് ആരാണ് ലാർജർ ആ സൈൻ അങ്ങ് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് എഴുതിയിടാവോ? എവിടെയെങ്കിലും നിങ്ങൾ എഴുതിയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ഇല്ലേ, സ്റ്റഡി ടേബിളോ നിങ്ങൾക്കൊരു ബുക്ക് മുറി കാണുമല്ലോ, നിങ്ങളിരുന്ന് പഠിക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഒരു പേപ്പറിൽ ഇത് എഴുതിയിട്ടിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അതുവഴി ഇതുവഴി പോകുമ്പോൾ നോക്കുമല്ലോ. അപ്പം നിങ്ങൾ അതങ്ങ് പഠിക്കും കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടേക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പം അതങ്ങ് പഠിക്കും മക്കളെ. ഇതങ്ങ് സിമ്പിളായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് പഠിക്കണം. വായിച്ച് പഠിക്കല്ലേ മക്കളെ, ചെയ്ത് പഠിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.